ഈശോയിൽ സ്നേഹമുള്ളവരെ, മർക്കോസിൻ്റെ സുവിശേഷത്തിനുള്ള വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഏതാണ്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ മധ്യഭാഗമാണിത്. 8-ാം അധ്യായം, 16 അധ്യായങ്ങളേ ഉള്ളൂ. 8-ാം അധ്യായം മർക്കോസിൻ്റെ സുവിശേഷം പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ക്രൈസ്തവ വിജ്ഞാനീയത്തിൻ്റെ ഭാഗമായി ദൈവപുത്രനായ യേശു ക്രിസ്തു എന്ന് പറയാനായിട്ട് ശ്രമിക്കുകയാണ് സുവിശേഷകൻ. 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. അതൊരു പ്രസ്താവന പോലെയാണ് പറയുക, ഒരു സെൻറ്റൻസായിട്ടല്ല. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. അപ്പോൾ ഇത് യേശു ക്രിസ്തുവാണെന്ന് പറയുക, ദൈവത്തിൻ്റെ അഭിഷിക്തനാണെന്ന് പറയുക. ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. ക്രിസ്തോസ് എന്ന ഗ്രീക്ക് പദം, മെസ്സിയ എന്ന ഹീബ്രു പദം, ഇതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം അഭിഷിക്തൻ എന്നാണ്. കർത്താവിൻ്റെ അഭിഷിക്തൻ, ദൈവത്തിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ ദൈവം അയക്കപ്പെട്ട അഭിഷിക്തൻ, മനുഷ്യൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി ബലിയർപ്പിക്കാനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടവൻ. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം ഏതാണ്ട് നടുഭാഗത്തെത്തുമ്പോൾ ആദ്യം തന്നെ പറയുന്നുണ്ട്, 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. എന്നിട്ട് പത്രോസിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. സുവിശേഷത്തിൻ്റെ നടുക്ക് എത്തുമ്പോഴും 8-ാം അധ്യായം 29-ാം വാക്യത്തിൽ പത്രോസ് മറുപടി പറഞ്ഞു, നീ ക്രിസ്തുവാണ്, നീ ക്രിസ്തുവാണ്. ഇനി വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിലൂടെ ശതാധിപൻ പറയുന്നുണ്ട്, ഈശോ കുരിശും മരണം കഴിയുമ്പോഴും, കുരിശിൽ മരിച്ചു കഴിയുമ്പോൾ ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു എന്ന് പറയും. ഈ മനുഷ്യൻ സത്യമായും ദൈവപുത്രനായിരുന്നു. യഥാർത്ഥത്തിൽ 16-ാം അധ്യായം 20-ാം വാക്യം വരെ ഉണ്ടെങ്കിലും അതാണ് കാനോനിക്കൽ എൻഡിങ് എങ്കിലും തിയോളജിക്കൽ എൻഡിങ്, അതായത് സുവിശേഷകൻ്റെ ലക്ഷ്യം എന്താ? യേശു ക്രിസ്തുവാണെന്ന് പറയുക. അപ്പോൾ ആദ്യം തന്നെ പറയുന്നു, നടുക്ക് അത് പറയുന്നു, പിന്നെ അവസാനം ശതാധിപനെ കൊണ്ടും കൂടി പറയിപ്പിക്കുകയാണ്, ക്രിസ്തുവാണെന്ന് പറയുക. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പത്രോസ് ഏറ്റുപറയുക. പക്ഷേ പത്രോസ് ഇത് ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ ഇത് ദൈവം അല്ലെ, ദൈവികമാണ്, പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നത് എന്ന് പറയുന്നത് ദൈവികമായൊരു കാര്യമാണ്. പക്ഷെ അതേസമയം തന്നെ തൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ഈശോ 1-ാമത്തെ പ്രാവശ്യം വെളിപ്പെടുത്തുമ്പോൾ, പ്രവചിക്കുമ്പോൾ പത്രോസ് പറയുകയാണ്, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ആ പത്രോസിനെയാണ് നിനക്ക് മാംസരക്തങ്ങളല്ല, എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്ന് അവനെ അനുമോദിച്ചതിന് ശേഷം പിന്നെ പത്രോസിനെ ഈശോ വിളിക്കുന്നത് സാത്താനെ ദൂരെ പോവും എന്നാ പറയുക. അപ്പോൾ ഇതിൻ്റെ ഗ്രീക്ക് പദമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോഴും ഹുപ്പഗേ സാത്തന, അതായത് സാത്താനെ ദൂരെ പോവും. ഇത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഈശോയെ സാത്താൻ പ്രലോഭിപ്പിക്കുമ്പോഴും ഈശോ അവിടെ പറയുന്നത് സാത്താനെ ദൂരെ പോവും, ഹുപ്പഗേ സാത്തന. അപ്പം ഇത് തന്നെയാണ് ഈ സുവിശേഷ ഭാഗത്തിലും പറയുക, ഹുപ്പഗേ ഒപ്പിസോമു സാത്തന എന്ന് വെച്ച് കഴിഞ്ഞാൽ സാത്താനെ നീ പിന്നിലേക്ക് മാറൂ. അതായത് ഈശോ കുരിശിൽ മരിക്കാൻ വന്നവനാണ്. ഈശോയുടെ ലക്ഷ്യം എന്താ? കുരിശിൽ മരിക്കുക. അത് ദൈവഹിതമാണ്. കുരിശിൽ മരിക്കാൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. നീ ക്രിസ്തുവാണ് എന്ന് പത്രോസ് പറയുമ്പോഴും പത്രോസ് അറിയാതെ പറഞ്ഞതാകാം. പത്രോസ് ഇതിൻ്റെ രഹസ്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിഞ്ഞിട്ട് പറഞ്ഞതല്ല. നീ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നീ കുരിശിൽ മരിക്കാൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ ഉടനെ തന്നെ ഈശോ തൻ്റെ കുരിശ് മരണത്തെക്കുറിച്ച് 1-ാമത്തെ പ്രവചനം നടത്തുമ്പോൾ പത്രോസ് പറയാണ്, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ നീ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് എന്നെ നയിക്കണ്ട, നീ എൻ്റെ പിന്നിലേക്ക് പോയി നീ എന്നെ അനുഗമിക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം. നീ പിന്നിലേക്ക് മാറൂ, കുരിശിലേക്ക് നടക്കുന്ന എന്നെ എൻ്റെ മുന്നിൽ വന്ന് ശിഷ്യനായ നീ തടസ്സം പറയാതിരിക്കൂ. നീ പിന്നിലേക്ക് പോയി എന്നെ അനുഗമിക്കൂ, എൻ്റെ പിന്നാലെ വാ, കുരിശ് എടുക്കാൻ നീ പിന്നാലെ വാ. ഇവിടെ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്.
യഥാർത്ഥത്തിൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാകുകയില്ല. ആ പ്രലോഭനത്തിൻ്റെ സമയം സാത്താൻ ഈശോയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനാണ് ശ്രമിച്ചതെങ്കിൽ, അതായത് ദൈവഹിതത്തിനെതിരായി സാത്താൻ പ്രലോഭിപ്പിക്കുമ്പോഴും അക്ഷരാർത്ഥത്തിൽ ഈശോയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചെങ്കിൽ, ഇവിടെ പത്രോസ് തൻ്റെ വർത്തമാനത്തിലൂടെ കെട്ടിപ്പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഈശോയെ കെട്ടിപ്പിടിച്ച് കൊല്ലാൻ ശ്രമിക്കും. പെട്ടെന്ന് മനസ്സിലാകില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ ഈശോയെ സ്നേഹിക്കുകയാണെന്ന് വിചാരിക്കും. നമുക്ക് രോഗം വരുമ്പോഴൊക്കെ നമ്മൾ പരാതിപ്പെടുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈശോയെ സ്നേഹിക്കുകയല്ല നമ്മൾ ചെയ്യുക. അതുകൊണ്ട് ഈ സുവിശേഷ ഭാഗം, ഇന്നത്തെ സുവിശേഷം അവസാനിക്കുന്നത് 33-ാമത്തെ വാക്യത്തിലാണ്. അതിൽ 34-ാമത്തെ വാക്യത്തിലും തൊട്ടടുത്ത വാക്യത്തിൽ പറയുക, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. സ്വന്തം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ച്, നമുക്ക് കുഞ്ഞ് സഹനം വരുമ്പോൾ നമുക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ചിലപ്പോൾ വേറെ പരിഹാരങ്ങൾ തേടിപ്പോവും. വീട്ടിൽ അവൾ ശരിയല്ല, അവളെ കൊണ്ടൊരു ഗുണമില്ല എന്ന് പറഞ്ഞിട്ട് വേറെ ആളുകളുടെയൊക്കെ പുറകെ ചിലപ്പോൾ പോവും. നമ്മൾ തന്നെ ഒരു പരിഹാരം കണ്ടെത്തും. എന്നാൽ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ ഞാൻ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കുന്നില്ല. അത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സഹനമായി ഏറ്റെടുത്ത കുരിശായിട്ട് വഹിച്ച് പിന്നാലെ പോകേണ്ടതിന് പകരം നമ്മൾ ഈശോയെ നയിക്കാൻ ശ്രമിക്കുകയാണ്. ഈശോയോട് പരാതി പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ തട്ടിമാറ്റാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അതാണ്. ഇങ്ങനെ ഒന്ന് ധ്യാനിച്ച് നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ നമ്മൾ നയിക്കുകയാണോ? എൻ്റെ ഈശോ ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു തരണം, അങ്ങനെയാണോ? ഈശോ പറഞ്ഞതുപോലെയല്ലേ പോകേണ്ടത്? ഈശോയെ അനുഗമിക്കുന്നവൻ ഈശോയുടെ പിന്നാലെയല്ലേ വരേണ്ടത്? ഈശോ നമ്മുടെ ജീവിതത്തിൽ, ദൈവം നമ്മുടെ ജീവിതത്തിൽ വെച്ച് നീട്ടുന്ന സഹനങ്ങളെ സഹിക്കാൻ പറ്റാതെ ഈശോയുടെ മുമ്പിൽ കയറുന്ന തടസ്സം പറയുന്നു. അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് സത്താനെ. ഹുപ്പകെ സത്തന. നീ ദൂരെ പോ. ഇതിൻ്റെ ഒപ്പിസോമോ എന്ന വാക്കിൻ്റെ അർത്ഥം പിന്നാലെ വരിക എന്നർത്ഥം. പിന്നാലെ വരിക. നീ പിന്നാലെ വാ. നിനക്കിനിയും അവസരമുണ്ട്. നീ പിന്നാലെ വന്ന് എന്നെ അനുഗമിക്ക്. നീ പറഞ്ഞതൊക്കെ ശരി, ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ നീ ഇനി മുതൽ നീ എൻ്റെ പിന്നാലെ വാ. പിന്നാലെ വന്നിട്ട് നീ എന്നെ അനുഗമിക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലായിരിക്കുമ്പോൾ നമുക്ക് കുറേ കൂടി നമ്മുടെ ക്രൈസ്തവമായ ഒരു കാഴ്ചപ്പാട്, ക്രിസ്തുവിനോട് ചേർന്ന ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകട്ടെ. ക്രിസ്തു എന്ന വാക്കിനർത്ഥം അഭിഷിക്തൻ, സഹിക്കാനും മരിക്കാനും വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ് അർത്ഥം. ദൈവം അതിനായി അഭിഷേകം ചെയ്ത് അയച്ചവൻ. അപ്പോൾ ക്രിസ്തുവിൻ്റെ അരൂപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹനങ്ങളൊക്കെ ഏറ്റെടുക്കുക, കുരിശൊക്കെ ഏറ്റെടുക്കുക, ദുഃഖങ്ങൾ ഏറ്റെടുക്കുക. ഈശോയുടെ അതേ അരൂപി. ഈശോയുടെ മുന്നിലേക്ക് പോയി ഈശോയെ നിയന്ത്രിക്കാതെ ഈശോയുടെ പിന്നിലൂടെ നടന്ന്, ഈശോ എങ്ങോട്ട് പോയോ, കുരിശിലേക്ക് നടന്നു പോയോ, അതുപോലെ ഈശോയുടെ പിന്നാലെ നടന്ന് കുരിശിലേക്ക് നടന്നെടുക്കുവാനായിട്ടാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുക. നമുക്കതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. കുരിശോളം എത്തിയ, കുരിശിൻ്റെ ചുവട് വരെ എത്തിയ, ഈശോയുടെ കുരിശ് മരണത്തെ കുരിശിൻ ചുവട്ടിൽ നിന്ന് ആരാധിച്ച പരിശുദ്ധ മറിയത്തിൻ്റെ അതേ അരൂപി നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കുരിശോളം അണയാ എൻ ക്രൂശിതനെ അടുത്തറിയ, കുരിശേന്തി അണയാ എൻ ക്രൂശിത നിൻ സ്വന്തമാകാൻ, ദിവ്യ സ്നേഹത്താൽ തീർത്തൻ ജീവനിൽ നീയൊരുക്കിയ സഹനങ്ങൾ സ്വീകരിച്ചിടാം, ഞാനും മാറ്റിയിടാം കൊച്ചു സ്നേഹത്തിൻ മുറിപ്പാടുകളായി. പാപികൾക്കായി പ്രാണനേകും സ്നേഹമേ, നിന്റെ മുറിപ്പാടുകളിൽ മുത്തിടുന്നു, ആരാധിച്ചിടുന്നു ഞങ്ങൾ യേശുവേ, ആരാധിച്ചിടുന്നു ഞങ്ങൾ. ആമേൻ.